ജനുവരി 1 സ്വയത്തെക്കുറിച്ചുള്ള ധാരണ അഥവാ സെൽഫ് ഇമേജ് കണ്ടെത്തുക എന്നത് മനഃശാസ്ത്രത്തിലെയും വ്യക്തിത്വ വികസനത്തിലെയും ഒരു വലിയ മുന്നേറ്റമാണ്. 1960-ൽ മാക്സ്വെൽ മാൾട്സ് തന്റെ പ്രശസ്തമായ സൈക്കോ സൈബർനെറ്റിക്സ് എന്ന പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹം മനസ്സ് എന്നർത്ഥം വരുന്ന സൈക്കോ എന്ന വാക്കും ഒരു കപ്പലിനെ തുറമുഖത്തേക്ക് നയിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുള്ള സൈബർനെറ്റിക്സ് എന്ന വാക്കും തമ്മിൽ സംയോജിപ്പിച്ചു. ഡോക്ടർ മാൾട്സ് ഒരു കോസ്മെറ്റിക് സർജനായാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ശസ്ത്രക്രിയയിലൂടെ മുഖത്തിനു മാറ്റം വരുത്തുമ്പോൾ ആളുകളുടെ വ്യക്തിത്വത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം ചികിത്സിച്ച ഭൂരിഭാഗം ആളുകൾക്കും വ്യക്തിത്വത്തിൽ പെട്ടെന്ന് പുരോഗതിയുണ്ടായെങ്കിലും ചില രോഗികളിൽ ഒരു മാറ്റവും കണ്ടില്ല. ശാരീരികമായി മാറ്റം വന്നിട്ടും വ്യക്തിത്വത്തിൽ മാറ്റം വരാത്ത ഈ അവസ്ഥ ഡോക്ടർ മാൽട്സിനെ ആശയക്കുഴപ്പത്തിലാക്കി. ഇതാണ് സെൽഫ് ഇമേജ് സൈക്കോളജി, സൈബർനെറ്റിക്സ് എന്നീ ശാസ്ത്രശാഖകളുടെ കണ്ടെത്തലിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ഒരു തെർമോസ്റ്റാറ്റ് എങ്ങനെയാണോ ഒരു നിശ്ചിത താപനില നിലനിർത്താൻ ക്രമീകരിച്ചിരിക്കുന്നത്, അതുപോലെ മനുഷ്യരും വിജയത്തിനോ പരാജയത്തിനോ വേണ്ടി മുൻകൂട്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. നമ്മുടെ മനസ്സിൽ ഉറച്ചിട്ടുള്ള മാനസിക ചിത്രങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറാണ് ഇതിനടിസ്ഥാനം. എന്നാൽ ഈ സോഫ്റ്റ്വെയർ മാറ്റാൻ കഴിയുന്നതാണ്. തെർമോസ്റ്റാറ്റിലെ താപനില മാറ്റാൻ കഴിയുന്നതുപോലെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വവും പ്രവൃത്തികളും മനോഭാവവും വിജയങ്ങളും മാറ്റാൻ സാധിക്കും. ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാനസിക ചിത്രങ്ങൾ മാറ്റുന്നതിലൂടെയും മെച്ചപ്പെടുത്തുന്നതിലൂടെയുമാണ് ഈ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഡോക്ടർ മാൽട്സ് കുറിച്ചു, നിങ്ങൾ ഒരു മനുഷ്യന്റെ മുഖം മാറ്റുമ്പോൾ മിക്കവാറും അവരുടെ ഭാവിയെ കൂടിയാണ് മാറ്റുന്നത്. എന്നാൽ ഉള്ളിലുള്ള ഇമേജ് അഥവാ ആത്മരൂപമാണ് യഥാർത്ഥ മാറ്റം സൃഷ്ടിക്കുന്നത്. മുഖം മാറിയിട്ടും അദ്ദേഹത്തിന്റെ ചില രോഗികൾ തങ്ങളുടെ പഴയ മാനസിക മുറിവുകളുടെ പാടുകൾ ഉള്ളിൽ പേറിയിരുന്നു. നിങ്ങളുടെ വ്യക്തിത്വം, വികാരങ്ങൾ, പെരുമാറ്റം, ഫലങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന താക്കോലാണ് നിങ്ങളുടെ സെൽഫ് ഇമേജ്. നിങ്ങൾക്ക് എന്ത് സാധിക്കും, എന്ത് സാധിക്കില്ല എന്ന് നിങ്ങളുടെ ബ്രെയിനിനെയും നാഡീവ്യവസ്ഥയെയും അഴിയിക്കുന്ന ബ്ലൂ പ്രിന്റാണിത്. നിങ്ങളുടെ ഭാവന ഉപയോഗിക്കുന്ന രീതി മാറ്റുന്നതിലൂടെ ഈ രൂപരേഖ മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണിലൂടെ നിങ്ങൾ നിങ്ങളെത്തന്നെ എങ്ങനെ കാണുന്നു എന്നത് നിങ്ങളുടെ വികാരങ്ങളെയും ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെയും മാറ്റുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഭയം നിറഞ്ഞ ചിന്തകൾ മാറ്റി അവിടെ ധൈര്യവും ആത്മവിശ്വാസവും നിറയ്ക്കുമ്പോൾ നിങ്ങളുടെ വികാരങ്ങൾ താനേ മെച്ചപ്പെടും. പുതുവർഷത്തിന്റെ ഈ ആദ്യ ദിനത്തിൽ അസാധ്യമെന്ന് നിങ്ങൾ കരുതിയിരുന്ന പരിധികൾക്കും അതിരുകൾക്കും അപ്പുറത്തേക്ക് നിങ്ങളുടെ സെൽഫ് ഇമേജ് വളർത്താൻ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ നിങ്ങളെത്തന്നെ കാണുന്ന രീതി മാറ്റുന്നത് പുതിയ കഴിവുകളിലേക്കും പുതിയ വാസനകളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും വാതിൽ തുറക്കും. മാനസിക ചിത്രം മാറ്റുന്നതിലൂടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സൈക്കോ സൈബർനെറ്റിക്സിലൂടെയുള്ള നിങ്ങളുടെ യാത്ര ആരംഭിക്കുക. എന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏതെങ്കിലും ചിത്രമുണ്ടോ? ആ ചിത്രം കാണുമ്പോൾ എനിക്കെന്തു തോന്നുന്നു? ആ ചിത്രം മാറ്റി നല്ലതൊരെണ്ണമാക്കിയാൽ അഥവാ പോസിറ്റീവാക്കിയാൽ എന്ത് സംഭവിക്കും? അത് മാറ്റിയപ്പോൾ എനിക്കെന്തു തോന്നി അല്ലെങ്കിൽ ശ്രദ്ധിച്ചു?